ബസ്സിലെ ലൈംഗികാതിക്രമാരോപണത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ കേസിൽ നിർണായക CCTV ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. ബസ് ഇതെങ്ങനെയാണെന്ന് മനസ്സിലായത് പറഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് മുതലാളി ചോദിച്ചാൽ നമ്മളെ ബസ്സിൽ അങ്ങനെ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ മുതലാളി പറഞ്ഞാൽ നമുക്കൊരു വീഡിയോ വന്നിട്ടുണ്ട്, അപ്പോൾ ഇത് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്താൽ അയാൾക്ക്. പക്ഷേ ദീപഘട്ടം സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് നിങ്ങളുടെ അടുത്ത് വന്നേക്കുന്നത്. ഇന്ന് ബസ്സിലെ കുറച്ച് വീഡിയോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബസ്സിലെ കുറച്ച് കാര്യങ്ങൾ എല്ലാവരും കണ്ടോ എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഞാൻ അത് നിങ്ങൾക്കൊന്ന് വെച്ച് തരാം, അത് നിങ്ങളൊന്ന് കാണുക. ബസ്സിൽ ഒരുപാട് തിരക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ക്യാമറയിലെ കുറേ കാര്യങ്ങളൊന്നും അവർക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല തിരക്ക് ആ ബസ്സിലുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ഒരു സൈഡ് ബാഗ് ഇട്ടുകൊണ്ട് ആ നിപ്പ് എല്ലാവർക്കും മനസ്സിലാക്കുന്ന ഒരു കാര്യം, കഷ്ടപ്പാട്. കാരണം ഈ അറിയാലോ, മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ ഭാഗങ്ങളൊക്കെ ഇതുപോലുള്ള പ്രൈവറ്റ് ബസ്സൊക്കെ നല്ല രീതിയിൽ ഓടുമ്പോൾ നല്ല സ്പീഡിൽ അവർ പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ആ പാവം പിടിച്ചവനെ ദ്രോഹിച്ച് ഇപ്പം അയാളില്ല, ഈ ഭൂമി വിട്ട് പോവുകയും ചെയ്തു. ഇപ്പോൾ ഒരുത്തി കാരണം അവളിപ്പോൾ നാട് വിടുകയും ചെയ്ത്. ഇപ്പോൾ അവിടെ ഒരുപാട് റീലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കിടന്ന് ഓടുന്നുണ്ട്. ഈ പറയുന്ന ടിക്ടോക്കിൽ നിന്നൊക്കെ കുറേ സാധനങ്ങൾ എടുത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡ് ബാർബറാന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 3-4-5 ദിവസം മുമ്പ് തന്നെ അവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പോകാൻ വേണ്ടിയുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. ഓരോ കാര്യങ്ങളൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും കിട്ടിയിട്ടില്ല. ഇവിടുത്തെ പോലീസുകാർ, എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വരുന്നത് ദിലീപിൻ്റെ കേസായിട്ട് വന്ന സമയത്ത് ഈ പോലീസുകാർക്ക് എന്തോ ഇതായിരുന്നു. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസായിട്ട് വന്നപ്പോൾ പോലീസുകാർക്ക് എന്തുമായിരുന്നു, മീഡിയക്കാർക്ക് എന്തുമായിരുന്നു. മീഡിയക്കാരെന്നൊക്കെ പറഞ്ഞാൽ ദിലീപിൻ്റെ വീട്ടിൽ കൂടെ ഡ്രോണൊക്കെ വിടുകയും എന്തൊക്കെ പരിപാടികളാണ് കാട്ടിക്കൂട്ടി. ഇപ്പോൾ അവിടെ ഒരു നരന്തൊരു പെണ്ണ് തൻ്റെ രാജ്യം വിട്ട് പോവുകയും ചെയ്തു. കഷ്ടം. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ജസ്റ്റിസ് ഫോർ ദീപക് എന്ന് കൊടുക്കുക. എന്തായാലും വീഡിയോക്ക് ഒരു ലൈക്ക് അടിച്ചോ. എന്തായാലും നമുക്കൊരു വീഡിയോ കണ്ടിട്ട് വരാം. ബസ്സിലെ ലൈംഗികാതിക്രമാരോപണത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ കേസിൽ നിർണായക CCTV ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. ബസ്സിലെ CCTV ദൃശ്യത്തിൽ അതിക്രമത്തിന്റെ തെളിവൊന്നും ഇല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ബസ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് പരാതിയായി തങ്ങളുടെ മുന്നിൽ എത്തേണ്ടതാണ്. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും പറയേണ്ടതാണ്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ സ്വാഭാവികമായും അടുത്ത നടപടി എന്ന നിലയിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലെ പോലീസ് എയ്ഡ് പോസ്റ്റിൽ ഇക്കാര്യം തങ്ങൾ അറിയിക്കുമായിരുന്നു. അങ്ങനെ ഒരു പരാതിയും ഈ ബസ്സിനകത്ത് നിന്ന് ആരും പറഞ്ഞിട്ടില്ല എന്ന കാര്യം ഉറപ്പിച്ച് പറയുന്നു ബസ് ജീവനക്കാർ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കാര്യത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 തരത്തിലുള്ള സംസാരം നടക്കുമ്പോൾ അതിലൊന്ന് പറയുന്നത് ഈ വലിയ തിരക്കിനിടയിൽ ഒരുപക്ഷെ അറിയാതെ തട്ടുകയോ മുട്ടുകയോ ചെയ്തതൊക്കെ ആയിരിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ പല ചർച്ചകളിലും വരുന്നുണ്ട്. അപ്പോൾ ആ ബസ്സിനകത്തെ തിരക്ക് എത്രത്തോളമായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ആ CCTV ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിച്ചത്. വലിയ തിരക്ക് ആ ബസ്സിനകത്തുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ബസ്സിന്റെ തിരക്ക് എത്ര മാത്രമാണെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ ബസ് യാത്ര ചെയ്ത ആൾക്കാർക്ക് ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണല്ലോ. ഇത്ര ഇടയിലൊക്കെ കൂടെ ഒന്ന് തട്ടിയോ മുട്ടുകയോ ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ ഞാൻ പറയാതെ ഊഹിക്കാന്നേ ഉള്ളൂ. അതൊരു കോണ്ടന്റ് ആക്കി ഇമ്മാതിരി തോന്നിവാസം കാണിച്ചു കൂട്ടി അവളെയൊക്കെ എന്ത് ചെയ്യണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അവളാണ് ഇപ്പോൾ രാജ്യം വിട്ടു പോയി. ഇവിടുത്തെ കേരള പോലീസിന് കിട്ടിയ ഏറ്റവും വലിയൊരു അടി എന്നല്ല പറയാം, നിന്റെയൊക്കെ കഴിവുകേട് കൊണ്ട് തന്നെ പറ്റിപ്പോയത്. അതുപോലെ തന്നെ മീഡിയക്കാർ കഴിവുകേട്. ഒരു പെണ്ണാണെന്നുള്ള ഒരു ഇത് കൊടുത്തിട്ട് അവളിപ്പോൾ രാജ്യം വിടുകയും ചെയ്തത്. ഇതിപ്പോൾ ഒരാണായിരുന്നെങ്കിലോ പറ, എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ. എന്നിട്ട് നമുക്ക് ബാക്കി കൂടെ കാണാം. റെയിൽവേ സ്റ്റേഷന് മുന്നിലെ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് ആളുകളെല്ലാം തന്നെ ആ ബസ്സിലേക്ക് കയറുന്നത്. ആദ്യം ആ ബസ് അവിടെ എത്തുമ്പോൾ, അത് രാമന്തളിയിൽ നിന്ന് വരുന്ന ബസ്സാണ്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തേക്ക് ആ ബസ് എത്തുന്ന സമയത്ത് സീറ്റുകളിൽ പോലും പൂർണ്ണമായും ഇരിക്കാൻ ആളുകൾ ഇല്ലാത്ത അവസ്ഥയിലാണ് ആ ബസ് അവിടേക്ക് എത്തുന്നത്. പക്ഷേ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ബസ് നിർത്തിയിടുന്നു. പിന്നീട് ഒരു 5 മിനിറ്റോളം സമയം കൊണ്ട് ആ ബസ്സിൽ നിറയെ ആളുകൾ വന്ന് കയറുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ലഭ്യമായിരിക്കുന്ന CCTV ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ തിരക്ക് ആ ബസ്സിലുണ്ടായിരുന്നു. ഷിംജിത ബസ്സിലേക്ക് വന്ന് കയറുന്നു. പിന്നീട് ഏകദേശം 1-1.5 മിനിറ്റിന് ശേഷം ആ ബസ് അവിടെ നിന്ന് പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്താണ് ദീപക് ആ ബസ്സിലേക്ക് വന്ന് കയറുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ CCTV ദൃശ്യങ്ങൾ നോക്കിയാൽ. അങ്ങനെ വലിയ തിരക്കിനിടയിലേക്ക് അദ്ദേഹം കയറി വരുന്നു. എന്നാലും അദ്ദേഹത്തിന്റെ അവസ്ഥ ഒരു മോശം അവസ്ഥ തന്നെ ആയിപ്പോയി. എനിക്ക് ആ അമ്മയുടെയും അച്ഛൻ്റെയും കരച്ചിൽ കാണുമ്പോഴാണ് സഹിക്കാൻ പറ്റാതെ. ഒരമ്മമാർക്കും ഇങ്ങനൊരു അവസ്ഥ വരും. കാരണം അവർ പേരൻസ് ജീവിച്ചിരിക്കുമ്പോൾ മക്കൾക്ക് ഈ ബൈക്കിലിടുക എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു അവസ്ഥ തന്നെ. ആ അമ്മയുടെ കരച്ചിലും അച്ഛൻ്റെ ഒരു കരച്ചിലും പിന്നെ ആ കൂട്ടുകാരൻ്റെ കരച്ചിലും ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു മനുഷ്യർക്കും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പിന്നെ അതുപോലെ തന്നെ ആ ഓണർ, അയാൾ നെഞ്ചു പൊട്ടി കരയായിരുന്നു. അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനെയാണ്. ഇവളെ മറ്റേ അവളുണ്ടല്ലോ അപ്സാക്കെ റെജി, അവളും ഇവളും ഒക്കെ കാണിച്ച ഓരോ തോന്നിവാസങ്ങളും ഒക്കെ ഓർമ്മ വരിക. ഇത് നമുക്ക് ബസ് ജീവനക്കാർ സംസാരിക്കുന്നത് ഇതെങ്ങനെയാണെന്ന് മനസ്സിലായത് പറഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് മുതലാളി ചോദിച്ചാൽ നമ്മളെ ബസ്സിൽ അങ്ങനെ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ മുതലാളി പറഞ്ഞാൽ നമുക്കൊരു വീഡിയോ വന്നിട്ടുണ്ട്, അപ്പോൾ ഇത് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്താൽ അയാൾക്ക്. പക്ഷേ അന്നേരം നമ്മളതിൻ്റെ സീറ്റും ശ്രദ്ധിച്ചപ്പോഴാണ് നമ്മളെ ബസ്സാന്നുള്ളത് മനസ്സിലായത്. ഇതൊന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ മുന്നിൽ ആൾക്കാർ നിരന്ന് നിൽക്കുന്നുണ്ട്, അതേപോലെ പിന്നിൽ ആൾക്കാർ നിരന്ന് നിൽക്കുന്നുണ്ട്. ഈ ഉള്ളിലുള്ള സംഭവങ്ങളൊന്നും അധികം കിട്ടത്തില്ല, ഒരുപാട് ആൾക്കാരായതുകൊണ്ട്. അപ്പോൾ അത് മുതലാളി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് കിട്ടിയത്. എങ്ങനെയാണെന്നില്ല അറിയില്ല. പരാതി നമ്മളെ ബസ്സിലുണ്ടായിട്ടില്ല.
സ്വാഭാവികമായിട്ടും പരാതി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും പോലീസിനെ അറിയിക്കും. അത് പോലീസിനെ അറിയിക്കും. നമ്മൾ 8% എടുക്കാൻ ആളിറക്കിനി. അതിന് പോലീസ് ആടെ ഉണ്ടായിരുന്നു, കോങ്കാട് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ കംപ്ലൈൻറ്റ് പറയായിരുന്നു. നമ്മൾക്ക് കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. ബസ്സിനകത്ത് വെച്ച് വീഡിയോ ചിത്രീകരിക്കുകയും ആരോപണം ഉന്നയിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് കോഴിക്കോട് സ്വദേശിയായ യുവാവ് ആത്മഹത്യ ചെയ്തത്. ഈ യുവതി പറഞ്ഞിരുന്നത് പയ്യന്നൂരിൽ വെച്ചാണ് തനിക്ക് ഈ രീതിയിലുള്ള ഒരു ദുരനുഭവം ഉണ്ടായത് എന്നാണ്. ആ വീഡിയോ ചിത്രീകരിച്ച ബസ് അതിന് മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പയ്യന്നൂർ രാമന്തളി പയ്യന്നൂർ റൂട്ടിലോടുന്ന അല്ലമീൻ ബസ്സിൽ വെച്ചായിരുന്നു യുവതി ഈ വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തത്. ഈ സമയത്താണ് ഈ രീതിയിലുള്ള ഒരു ദുരനുഭവം തനിക്കുണ്ടായത് എന്ന് യുവതി പിന്നീട് ഇതിനൊരു വിശദീകരണം എന്ന നിലയിൽ പറഞ്ഞിരുന്നു. നമുക്കൊപ്പം ഈ ബസ്സിലെ ജീവനക്കാർ തന്നെ ചേരുന്നുണ്ട്. എന്താണ് അന്ന് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് ഈ ജീവനക്കാരോട് തന്നെ ചോദിക്കുകയും ചെയ്യാം. ഈ സമയത്ത് ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എന്താ പേരെന്താ? എൻ്റെ പേര് രാമകൃഷ്ണൻ. ഈ സമയത്ത് നിങ്ങൾക്ക് അവരെ മുഖം ഓർക്കുന്നുണ്ടോ? ഇങ്ങനെ ആരെങ്കിലും? ഇല്ല, എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒന്നിച്ച് കയറുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോരോ വ്യക്തിയും മുഖം അങ്ങനെ ഓർമ്മിച്ച് നോക്കാം. നമ്മളെ പണിയുടെ ഇതായതുകൊണ്ട് പെട്ടെന്ന് ഒരു 10 രൂപ പോയിൻ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് പണി തീർത്തിട്ട് നിൽക്കേണ്ട ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരാളെ വ്യക്തികളുടെ മുഖം നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ ആവില്ല. ഇതിപ്പോൾ ഈ ബസ്സാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എങ്ങനെയാണ്? ഈ ഓണർ പറഞ്ഞിട്ടാണ് ബസ് ഇതെങ്ങനെയാണെന്ന് മനസ്സിലായത് പറഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് മുതലാളി ചോദിച്ചാൽ നമ്മളെ ബസ്സിൽ അങ്ങനെ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ മുതലാളി പറഞ്ഞാൽ നമുക്കൊരു വീഡിയോ വന്നിട്ടുണ്ട്, അപ്പോൾ ഇത് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്താൽ അയാൾക്ക്. പക്ഷേ അന്നേരം നമ്മളതിൻ്റെ സീലിങ്ങും സീറ്റും ശ്രദ്ധിച്ചപ്പോഴാണ് നമ്മളെ ബസ്സാണെന്നുള്ളത് മനസ്സിലായത്. ഇത് ഏതെങ്കിലും തരത്തിൽ ആ സമയത്ത് ഏതെങ്കിലും യുവതികളോട് നിങ്ങളോട് ഈ രീതിയിൽ എന്തെങ്കിലും പരാതി പറയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ സംഭവം നമ്മൾ സാധാരണ രീതിയിൽ പോകുന്നത് തന്നെയാണ്. നമ്മളെ അങ്ങനത്തെ പരാതികളോ നമ്മളൊന്നും പറയുക അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ അവൾ ആദ്യം ആ ബസ്സുകാരോടാണ് പറയേണ്ടത്. അവരെന്തായാലും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയനെ. അതൊരു പ്രശ്നമായിരുന്നെങ്കിൽ ഇത് ബസ്സുകാരോടും പറഞ്ഞിട്ടില്ല. യുവതി എന്തുവാ ഒരു മീഡിയക്കാരോട് വിളിച്ച് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഞാൻ പോലീസിനെ വിളിച്ച് അപ്പം തന്നെ പറഞ്ഞു എന്നുള്ള രീതിയിലാണ്. പച്ചക്കള്ളമാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൾ മീഡിയക്കാരെ വിളിച്ചെന്നൊക്കെ പറയുന്നതെല്ലാം ചുമ്മാണ്. പോലീസിന് കംപ്ലൈൻറ്റ്, പോലീസിനെ വിളിച്ച് പറഞ്ഞെന്നൊക്കെ പറയുന്ന കള്ളമാണ്. അതിൻ്റെ കറക്റ്റ് തെളിവും കാര്യങ്ങളും എടുക്കുകയും വേണം. ഇപ്പോൾ അവൾ നാട് വിട്ട് അതിപ്പോഴത്തെ പോലീസുകാരുടെ ഏറ്റവും വലിയൊരു കഴിവുകേടായിട്ടേ ഞാൻ കാണത്തുള്ളൂ. ഓക്കെ, ബാക്കി കൂടെ വെക്കാം. നമ്മൾ ആളെ ഇറക്കുന്നുണ്ട്. 8% അടിക്കാൻ നമ്മൾ ആളെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ അടുത്ത് പഴയങ്ങാടിയൊക്കെ പോകേണ്ട ട്രാക്ക് ആയതുകൊണ്ട് നമ്മൾ 7% അടിക്കാൻ ആളെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മോട് പരാതി പറയുക അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സാധാരണ നിലയിൽ അങ്ങനെ ഒരു സ്ത്രീയൊക്കെ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും പോലീസിനൊക്കെ അറിയിക്കും. സ്വാഭാവികമായിട്ട് എന്തായാലും 7% അടിക്കാൻ വരുന്നത് നമ്മൾ പോലീസിനായിട്ട് അറിയിക്കും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അറിയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ. അങ്ങനെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. സാധാരണ രീതിയിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് കയറുന്നതാണ്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഒരാളെയും ഒരു വ്യക്തിപരമായിട്ട് നമുക്ക് അങ്ങനെ കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളെ പണിയിലെ ഇതുണ്ടല്ലോ, നമ്മൾ പെട്ടെന്ന് മുറിച്ച് ഇത്രയും ആൾക്കാർ നമ്മൾ ഒന്നിച്ച് മുറിച്ചെടുക്കണം. നമുക്ക് സ്പീഡ് ആയിട്ടുള്ള പരിപാടി തീർക്കണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഓരോ വ്യക്തിനായിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റത്തില്ല. ഇതിൽ ഈ CCTV ദൃശ്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? വ്യക്തമാണോ അതിൻ്റെ അകത്ത്? ഇതിൽ ഒന്നും കാണാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ നമ്മളെ മുന്നിൽ ആൾക്കാർ നിരന്ന് നിൽക്കുന്നതുകൊണ്ട്, അതേപോലെ പിന്നിൽ ആൾക്കാർ നിരന്നതുകൊണ്ട് ഈ ഉള്ളിലുള്ള സംഭവങ്ങളൊന്നും അധികം കിട്ടത്തില്ല, ഒരുപാട് ആൾക്കാരായതുകൊണ്ട്. അപ്പോൾ അത് മുതലാളി പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് കിട്ടിയത്. എങ്ങനെയാണെന്നില്ല അറിയില്ല. CCTV പോലീസിനെ ചോദിച്ചപ്പോൾ ചോദിച്ചാൽ കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഏകദേശം ഈ മുൻഭാഗത്തായിട്ടാണെന്ന് തോന്നുന്നു. ആ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ അവർ നിന്നിരുന്നു. അത് ഏകദേശം ഈ 2ാമത്തെ 3ാമത്തെ സീറ്റിൻ്റെ അടുക്ക ആയിട്ടാണെന്ന് തോന്നുന്നു. ഇതിൽ ഈ പുറത്തെ പശ്ചാത്തലം ഏതാണെന്ന് വ്യക്തമാകുന്നുണ്ടോ? ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണെന്നുള്ള ഒരു ചിന്താഗതിയാണ്. ആളെ ഒരു 3-4 മിനിറ്റ് നിർത്തിയിടുമല്ലോ ആൾക്കാർ വന്ന് കയറാൻ വേണ്ടിയിട്ട്. 2-3 മിനിറ്റ് അവിടെ നിർത്തിയില്ല. പക്ഷേ ആ ഭാഗത്തിലാണോ എന്നുള്ളൊരു സംശയമുണ്ട്. നമുക്കത് കൃത്യമായിട്ട് കിട്ടുന്നില്ല എവിടെയാണെന്നുള്ളത്. ഇതിങ്ങനെ ഈ ഒരു സംഭവം അറിഞ്ഞിരുന്നു, ഈ യുവാവ് ആത്മഹത്യ ചെയ്തു എന്നുള്ള പിന്നെയാണോ നിങ്ങൾ അറിയുന്നത്? അതിന് ശേഷം അറിഞ്ഞത്. ചേട്ടൻ ഡ്രൈവറാണ്? ഡ്രൈവർ പേരെങ്ങനെ? പ്രകാശൻ. ഇത് ഏകദേശം ഈ ഭാഗത്തായിട്ടായിരിക്കും നിങ്ങളെ തൊട്ട് പുറകിലായിട്ട് വരും. ക്യാമറ ഇങ്ങനെയല്ലേ കാണുന്നത് നമ്മൾ. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ സൈഡ് ഈ ടോപ്പ് നമുക്ക് മനസ്സിലായതുകൊണ്ടാണ് നമ്മളെ ബസ്സാണെന്നില്ല. നമുക്ക് ഈ ഒരു സീലിങ്ങുള്ള ടോപ്പ് നമ്മളെ ഈ ബസ്സേ ഉള്ളൂ ഈ ലൈനിൽ, റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് നമ്മളെ ബസ്സാണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് വണ്ടിയിൽ കയറിയത്. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ വന്ന ആൾക്കാരായിരിക്കുമല്ലോ. കോഴിക്കോട് നിന്ന് ട്രെയിൻ വന്നതായിരിക്കുമല്ലോ. കോഴിക്കോട് നിന്ന് പയ്യന്നൂരേക്ക് വരണമെങ്കിൽ ട്രെയിൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിന്നത്തേക്ക് ഒരു 10 മിനിറ്റ് റണ്ണിങ് ടൈമേ നമുക്കുള്ളൂ, 8 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ആ സമയത്തിന് ഇടയ്ക്ക് സംഭവിച്ചതാണ് സംഭവം. അങ്ങനെ ആരും നമ്മളോട് ഓക്കെ. അപ്പോൾ ഒരു മനുഷ്യൻ പോലും ഒന്നും അറിഞ്ഞിട്ട് പോലുമില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. അവരെയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇവള് കാണിച്ച തോന്നിവാസത്തിന് 3-4 ദിവസം കഴിഞ്ഞ നാട് വിട്ട് പോകേണ്ട അവള് ഒരു വീഡിയോ എടുത്ത് വലിയ ആള് കാണിച്ചിട്ട് പോയത്. അവിടെ അമ്മയുടെ സൈക്കോളജി അല്ല എന്തോ പറയാനാ പറഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോകും. ഈ ഒരു വിഷയം തമിഴ്നാട്ടിലും അത്യാവശ്യം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ഇതിപ്പോൾ പാൻ വേൾഡ് വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ബസ്സിന്റെ. എന്തായാലും അവർക്ക് വൈറലാവണമെന്ന് കരുതി ലോകം മൊത്തം എന്തായാലും വൈറലായി.
கேரளாவில் ஒரு இளம்பெண் தனது இன்ஸ்டாகிராம் ரீல்ஸ் வைரலாக வேண்டும் என்பதற்காக ஒரு அப்பாவி மனிதரின் உயிரை குடித்திருப்பது மிகப்பெரிய சோகத்தை ஏற்படுத்தி இருக்கிறது. தற்போது கேரளாவில் சில இளம்பெண்கள் கூட்டமாக இருக்கும் ரயில்கள், பேருந்துகள் இவற்றில் ஏறிக்கொண்டு அங்கு கூட்டமாக இருக்கும் ஆண்களின் பகுதிக்கு சென்று ஆண்கள் தங்களை வன்புணர்வு செய்வதாக தங்கள் சமூக வலைதள பக்கங்களில் வீடியோ வெளியிட்டு வருவது ட்ரெண்டாகி வருகிறது. அந்த வகையில் கேரள மாநிலம் கோழிக்கோடு பகுதியைச் சேர்ந்த சிஞ்சிதா முஸ்தபா என்ற இளம்பெண்ணும் கூட்டமாக இருக்கும் ஒரு பேருந்தில் ஏறி ஆண்கள் அதிகம் இருக்கும் பகுதிக்கு சென்று எதுவுமே செய்யாமல் அப்பாவியாக நின்று கொண்டிருந்த ஒரு மனிதர் தன்னை வன்புணர்வு செய்வதாக வீடியோ ஒன்றை தனது சமூக வலைதள பக்கங்களில் வெளியிட்டார். அந்த வீடியோ வைரலானதை தொடர்ந்து புகாருக்கு உள்ளாக்கப்பட்ட தீபக் என்ற அந்த மனிதர் தனது மனைவி 2 குழந்தைகளை தவிக்கவிட்டு 42 வயதில் தனது இன்னுயிரை மாய்த்து கொண்டார். இந்த சம்பவம் கேரளா முழுவதும் மிகப்பெரிய சோகத்தை ஏற்படுத்தி இருக்கிறது. அதே வேளையில் சிஞ்சிதா முஸ்தபா என்ற அந்த இளம்பெண்ணை கைது செய்ய வேண்டும் எனவும் கண்டனங்கள் எழுந்து ഇപ്പൊ എല്ലാ ന്യൂസിലും വന്നിട്ടുണ്ട്. തമിഴ്, കന്നഡ, തെലുങ്കു എല്ലായിടത്തും ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും അദ്ദേഹത്തിന് നീതി കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇതിങ്ങനെ ചർച്ചയാണോ? ഇവിടെ പിടിക്കണം. ഇവിടെ പിടിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ മലയാളികളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു.